ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി വച്ചിരിക്കുന്ന ഒരിടവും ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വവും ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വചനത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. വിളിക്കുന്നത് ദൈവമാണ്. വിളിച്ചത് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെയാണ്. ദൈവം അവരെ ആക്കി വച്ചിരുന്നത് ഏദൻ എന്ന തോട്ടത്തിലായിരുന്നു. അവർക്ക് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ദൈവം അവരെ സന്ധിക്കുവാൻ, കണ്ടുമുട്ടുവാൻ ആഗ്രഹിച്ച് അവരുടെ അടുക്കൽ, അതായത് അവരെ ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവരെ കാണുന്നില്ല. അതുകൊണ്ടാണ് ദൈവം അവരെ വിളിച്ച് ചോദിച്ചത്, നീ എവിടെയാകുന്നു എന്നുള്ളത്. ഇത് വളരെ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വചനം തന്നെയാണ്. ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിലും ദൈവത്തിൻ്റെ ദാസന്മാർ എന്ന നിലയിലും ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അത് എവിടെയാണ് നാം ചെയ്യേണ്ടത് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യാതെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം നിൽക്കാതെ ജീവിക്കുന്നവരാണെങ്കിൽ ദൈവം വിളിക്കുമ്പോൾ നാം എന്ത് ഉത്തരം നൽകും? പാപം ചെയ്ത മനുഷ്യൻ ദൈവമാക്കി വച്ചിരുന്ന സ്ഥാനത്ത് നിൽക്കുന്നില്ല. അവൻ ഒളിക്കുന്നതായിട്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനായതുകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. ഇന്ന് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഒളിച്ച് ദൂരെ പോകുന്നു. ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ ദൈവം വിളിക്കുന്നു. അത് സുവിശേഷത്തിൽ കൂടിയാണ്. പാപമാണ് മനുഷ്യനിൽ നിന്ന് ദൈവത്തെ അകറ്റുന്നത്. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്ര നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് തിരുവെഴുത്തിൽ കാണുന്നു. ദൈവം മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരുന്നു എങ്കിലും മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാത്തതിൻ്റെ കാരണം അവൻ്റെ ഉള്ളിൽ അവൻ ചെയ്ത അനുസരണക്കേടും ദൈവത്തോട് കാണിച്ച അവിശ്വസ്തത നിമിത്തമാണ്. അവിശ്വസ്തനായ മനുഷ്യനെ എപ്പോഴും അവൻ ചെയ്ത പാപങ്ങൾ നിമിത്തം ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കാതെ അകന്ന് ഭയപ്പെട്ട് ഒളിച്ചു നിൽക്കുന്നെങ്കിൽ ഇന്ന് ദൈവം നമ്മെ വിളിക്കുകയാണ് അവിടുത്തെ അടുക്കിലേക്ക് വരുവാൻ. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മെ എല്ലാവരെയും ദൈവം വിളിക്കും. വിളിക്കുന്നത് ദൈവമാണ് എന്ന തിരിച്ചറിവിൽ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുടെയും കടമകളുടെയും കടപ്പാടുകളുടെയും ഒക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതാണ് നമുക്ക് ഏറെ നല്ലത്. ദൈവിക കൂട്ടായ്മയിൽ എപ്പോഴും നാം കാണണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യനുമായിട്ടുള്ള ദൈവത്തിൻ്റെ കണ്ടുമുട്ടലുകൾ, മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം, മനുഷ്യനെ തേടി വരുന്ന ദൈവം, ഇതൊക്കെയാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ആർക്കും ഒരു നാളും ഓടി
എന്നേക്കും ഒളിച്ചിരിക്കുവാൻ സാധ്യമല്ല. നാം എവിടെ പോയി ഒളിച്ചിരുന്നാലും ദൈവത്തിൻ്റെ കണ്ണ് നമ്മെ കാണുന്നു. അതുകൊണ്ട് നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്ന ആ സ്ഥലത്ത്, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം, ദൈവം എന്നെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാനത് നിവർത്തിക്കുന്നതായി കാണും എന്നുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. പലരും ദൈവം ഏൽപ്പിച്ച പല കാര്യങ്ങളിലും അവിശ്വസ്തരായി ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ച് ജീവിക്കുമ്പോൾ, ദൈവം എന്ത് കാര്യങ്ങൾ ഏൽപ്പിച്ചാലും എവിടെയാക്കിയാലും അവിടെ വിശ്വസ്തയോടെ നിൽപ്പാൻ കൃപ എല്ലാവർക്കും നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്നരികിൽ നിൽക്കും യേശുവോടെ